ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. പ്രിയമുള്ള സത്യവിശ്വാസികളും വിശ്വാസിനികളുമായ സഹോദരി സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ അനുസരിച്ച് ജീവിച്ച് അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷത്തിലെ 12 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഏറ്റവും കൂടുതൽ കാരുണ്യവും അനുഗ്രഹവും ചൊരിഞ്ഞു തരുന്ന ഒരു അനുഗ്രഹീത മാസമാണ് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾക്കും അല്ലാഹു മടങ്ങുകളായി പ്രതിഫലം നൽകുന്നു എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. നമ്മളൊരു സുകൃതം ചെയ്താൽ കുല്ലു അമലി ബിനി ആദം യുളഅഫ്, ഒരു മനുഷ്യൻ്റെ കർമ്മങ്ങളെല്ലാം തന്നെ മടങ്ങുകളായി പ്രതിഫലം നൽകപ്പെടുന്നതാണ്. അൽ ഹസന അശറു അംസാലിഹ, ഒരു സുകൃതം ചെയ്താൽ 10 മടങ്ങ് മുതലാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് തന്നെ. ഇലാ സബ്ഇ ളിഫ്, അത് 700ഓളം മടങ്ങുകളായി അള്ളാഹു നമുക്കതിൻ്റെ പ്രതിഫലം നൽകുമെന്നാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അള്ളാഹു നമുക്ക് നമ്മുടെ കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന ഈ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങൾ ഏറ്റവും നല്ല രീതിയിലായിരിക്കണം അവൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കേണ്ടത്. നമ്മൾ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും തരികയാണെങ്കിൽ നല്ലത് തരണം, നല്ലത് നേടണം എന്നൊക്കെയാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിലും ഏറ്റവും നല്ലതാണ് കൊടുക്കേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ സട്ടാവായ പരമദയാലുവായ അള്ളാഹുവിന് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്കൃഷ്ടമായതായിരിക്കണമെന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുത്തമനാകുന്നു, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, ഏറ്റവും നല്ലതിനെ അല്ലാതെ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഓതുകയുണ്ടായി, വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, വിശ്വാസികളോട് അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത് പ്രവാചകന്മാരോട് കൽപ്പിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ഫഖാൽ, എന്നിട്ട് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നി ബിമാ തഅമലൂന അലീം.
സൂറ അൽ മുഅ്മിനൂനിലെ 51-ാമത്തെ സൂക്തമാണിത്. അല്ലയോ പ്രവാചകന്മാരെ, പ്രവാചക സമൂഹത്തെ സംബോധന ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനമാണ്. കുലൂ മിനത് ത്വയ്യിബാത്ത്, നിങ്ങൾ ഏറ്റവും ഉത്തമമായത് ഭക്ഷിച്ചു കൊള്ളുക. വഅമലൂ സ്വാലിഹ, എന്നിട്ട് നല്ല സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. ഇന്നി ബിമാ തഅമലൂന അലീം, നിശ്ചയമായും ഞാൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഓരോ പ്രവർത്തനത്തെക്കുറിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്നാണ്. നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു അറിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരാധനകളിൽ ന്യൂനതകളില്ലാതെ, കുറ്റങ്ങളില്ലാതെ, കുറവില്ലാതെ, പോരായ്മയില്ലാതെ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅ്തും, സാധിക്കുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അതൊക്കെ നല്ല രീതിയിൽ ചെയ്യണമെന്നാണ് വിശുദ്ധ ഖുർആനിൻ്റെ പാഠം. മാത്രമല്ല, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ അനുചരന്മാരെ പഠിപ്പിച്ചതും അവരെ വളർത്തിയെടുത്തതും അങ്ങനെയുള്ള ഒരു ശീലത്തിലൂടെയാണ് എന്നതാണ്. നമ്മളും പ്രവാചകന്മാരോട് കൽപ്പിക്കപ്പെട്ട പോലെ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, നല്ല പാർപ്പിടമാകണം നമ്മുടേത്, നമ്മുടെ നമസ്കാരം നല്ലതാകണം, നമ്മുടെ നോമ്പ് നല്ലതാകണം, നാം കൊടുക്കുന്ന സക്കാത്ത് ത്വയ്യിബാകണം, നമ്മുടെ ഖുർആൻ പാരായണവും ത്വയ്യിബാകണം, നമ്മൾ ചെയ്യുന്ന എല്ലാ സുഹൃതങ്ങളും ത്വയ്യിബാകണം. കാരണം ഇന്നല്ലാഹ ത്വയ്യിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തമനിൽ ഏറ്റവും ഉത്തമനാകുന്നു, നല്ലതല്ലാതെ അവന് വേണ്ട എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസികളായ നമ്മൾ നമ്മുടെ നമസ്കാരത്തിൽ നോക്കൂ, 2 സുജൂദിൻ്റെയും ഇടയിൽ നമ്മളൊന്ന് ഇരിക്കുന്നുണ്ട്. സുജൂദ് എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബിനോട് നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയമടുക്കുന്ന ഒരു രംഗം കൂടിയാണ്. ആ സന്ദർഭത്തിൽ ഈ 2 സുജൂദും കഴിഞ്ഞതിനിടയിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന റബ്ബി ഗ്ഫിർലി വർഹംനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി വജ്ബുർനി, 7 അപേക്ഷകളാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നത്. അതിൽ ദുനിയാവിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, നമ്മുടെ ആത്മീയ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മുടെ പാപങ്ങൾ പൊറുക്കണമെന്ന് പറയുന്നുണ്ട്. അവസാനമായി വജ്ബുർനി, റബ്ബേ എൻ്റെ കർമ്മങ്ങളിൽ പറ്റിപ്പോകുന്ന പോരായ്മകളെ എനിക്ക് നീ പരിഹരിച്ചു തരയണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ശരിക്കും ഇത് മനസ്സിരുത്തി തന്നെ നമ്മുടെ റബ്ബിനോട് നമ്മൾ തേടേണ്ടതുണ്ട് എന്നതാണ്. അത്താഉസ്സലമി എന്ന താബിആയൊരു പണ്ഡിതനുണ്ട്. അനസ് ബിൻ മാലിക് റഹിമഹുല്ലാ, ഹസനുൽ ബസരി റഹിമഹുല്ലാ അവരുടെയൊക്കെ കൂടെ സഹവസിച്ച, അങ്ങനെ ദീനിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുകയും താൻ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ ശ്രദ്ധിക്കുകയും ചെയ്ത ഒരു മഹാനായ താബിയുടെ ചരിത്രം നമുക്ക് വായിക്കാൻ കഴിയും. അദ്ദേഹം വസ്ത്രം നെയ്തുണ്ടാക്കുന്നതിൽ നല്ല തൽപരനായിരുന്നു, കഴിവുള്ള ആളായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു വസ്ത്രം നെയ്തുണ്ടാക്കി, തുണി നെയ്തുണ്ടാക്കി അത് തയ്ക്കാൻ വേണ്ടി, വിൽക്കാൻ വേണ്ടി തയ്യൽക്കാരൻ്റെ അരികിലേക്ക് അദ്ദേഹം അത് കൊണ്ടുചെന്നു, അങ്ങാടിയിലേക്ക്. ആ സന്ദർഭത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു കുറ്റവും കുറവും ഇല്ലാതെയായിരിക്കണം ഞാൻ ഈ നെയ്യുന്ന തുണി നെയ്തെടുക്കേണ്ടത് എന്ന നല്ല ശാഠ്യത്തോടു കൂടി തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് തുണി നെയ്തെടുത്തിട്ടും തയ്യൽക്കാരൻ്റെ അരികിലേക്ക് അത് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ അദ്ദേഹം അത് നിവർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇന്ന ഫീഹി ഉയൂബൻ കൈത വകൈത, ഈ നിങ്ങൾ നെയ്ത വസ്ത്രത്തിന് ഇന്നിന്ന പോരായ്മകളും ന്യൂനതകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അത്താഉസ്സലമി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അരികിൽ നിന്നിങ്ങനെ കരയാൻ തുടങ്ങി. അപ്പോൾ ഈ തയ്യൽക്കാരന് തോന്നി പറയേണ്ടിയില്ലായിരുന്നു, ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് വിഷമമായി എന്ന് തോന്നുന്നത് കൊണ്ടാണ് അദ്ദേഹം കരയുന്നതെന്നാണ് അദ്ദേഹം വിചാരിച്ചത്. സഹോദര, സാരമില്ല, താങ്കൾ ഇതിന് എത്രയാണ് വില ആഗ്രഹിക്കുന്നത്, ഞാനത് നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞപ്പോൾ താവുസലമി പറയുന്നുണ്ട്, ഞാൻ അതുകൊണ്ടല്ല കരഞ്ഞത്, ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി നെയ്തെടുത്ത ഒരു തുണി, എന്തായാലും ഇതിനൊരു കുറവുണ്ടാവില്ല, നല്ല വില കിട്ടും എന്ന നിലക്ക് നിങ്ങളുടെ അരികിൽ കൊണ്ടുവന്നപ്പോൾ ഈ തുണിയെക്കുറിച്ചൊക്കെ നല്ല പരിചയമുള്ള നിങ്ങൾ ഇതിൽ ഇന്നിന്ന ന്യൂനതകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു പോയത് നമ്മുടെ കർമ്മങ്ങളെ കുറിച്ചാണ്. ഫകൈഫ അഅമാലുനാ ഹാദിഹി ഇദാ ഉരിലത് ഫദൻ അലല്ലാഹി സുബ്ഹാനഹു തആല. നമ്മൾ ഒരു ദിവസം എത്ര അമലുകൾ ചെയ്യുന്നുണ്ട്, പടച്ചോന്റെ
പടച്ചോന് വേണ്ടി അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന ആ ദിവസം കം യബ്ദു ഫീഹാ മിനൽ ഉയൂബി വൻ നുഖ്സാൻ, നമ്മുടെ കർമ്മങ്ങളിൽ എത്ര പോരായ്മകളും ന്യൂനതകളും കുറ്റങ്ങളുമാണ് അതിൽ പ്രത്യക്ഷപ്പെട്ടു വരിക എന്ന് ആലോചിച്ചുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്, അല്ലാതെ എൻ്റെ തുണിയുടെ വില കുറയുമെന്ന് കരുതിയല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സഹോദരങ്ങളെ, ഇതാണ് ശരിക്ക് നമ്മൾ നമ്മുടെ കർമ്മങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ അത് അള്ളാഹുവിൻ്റെ മേൽ സമർപ്പിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. നോമ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നോമ്പിന് പറ്റുന്ന പരിക്ക് നമ്മളേതായാലും പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ഭക്ഷണം കഴിക്കില്ല, അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി പരമാവധി നമ്മുടെ വിചാരങ്ങളെയൊക്കെ നിയന്ത്രിച്ച് പരിക്കില്ലാത്ത ഒരു നോമ്പ് ഓരോ ദിവസവും നോറ്റുവിട്ടാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും നോമ്പിന് സാധാരണ തിന്നിട്ടോ കുടിച്ചിട്ടോ ഉമിനീരിറക്കിയിട്ട് പോലും ചിലപ്പോൾ പരിക്കൊന്നും പറ്റൂല, അതിൽ വരെ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. പിന്നെ അതിലധികം പരിക്ക് പറ്റുന്ന ഒരു കാര്യത്തിലാണ്. അത് തന്നെയാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സൂചിപ്പിച്ചത്, വകം മിൻ സായിമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലല്ലമ. എത്ര നോമ്പുകാരുണ്ടെന്നോ, അവരുടെ നോമ്പ് കൊണ്ട് വെറും പട്ടിണിയും പൈതാഹവും അല്ലാതെ അവർക്ക് നേട്ടമായി ലഭിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ, നോമ്പിന്റെ ആത്മാവിനെ കണ്ടെത്താനാവാതെ അതിൻ്റെ മുഴുവൻ പ്രതിഫലവും നേടാനാകാതെ പരിക്ക് പറ്റിയ നോമ്പുകൾ മാറുന്ന ആളുകളെ കുറിച്ചാണ് റസൂലുള്ളാഹി പറഞ്ഞത്. അതേപോലെ തന്നെ തറാവീഹ്, ഖിയാമുൽ ലൈൽ, തഹജ്ജുദ്, രാത്രി നമസ്കാരത്തെ കുറിച്ച് വകം മിൻ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹർ. എത്ര നമസ്കാരക്കാരാണുള്ളത്, അവിടെ നമസ്കാരം കൊണ്ട് ഉറങ്ങേണ്ട നേരം അവർക്ക് നഷ്ടമായി, അവർക്ക് ഉറക്കമൊഴിച്ചു എന്നൊരു ലാഭമല്ലാതെ മറ്റൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന് പരിതപിക്കുന്ന ഒരവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരിക്കലും നമ്മുടെ അമലുകളെ കുറിച്ച് അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ നാവിനെയാണ് നിയന്ത്രിക്കേണ്ടത്, നമ്മുടെ സംസാരത്തെ നല്ലവണ്ണം നിയന്ത്രിക്കണം. അഖല്ലുനാസി കലാമൻ സ്വായിമു എന്നാണ്. ശരിക്കും നോമ്പുകാരാണെങ്കിൽ വളരെ കുറച്ച് സംസാരിക്കേണ്ടവരാണ് അവർ എന്നാണ്. ഇദാ സ്വാമൽ ഇൻസാനു ഖല്ല കലാമുഹു. ഒരാൾ നോമ്പ് നോറ്റാൽ അയാളുടെ സംസാരവും അറിയാതെ ഇങ്ങനെ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥ, കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് ഗീബത്ത്, നമീമത്ത്, അതുപോലെയുള്ള അമിതമായ സംസാരം അതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. ഒരിക്കൽ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് വസിയത്തുകൾ നൽകിയതിനിടയിൽ പറയുകയുണ്ടായി, കഫ് അലൈക ഹാദാ. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നാവ് ഇങ്ങനെ പിടിച്ചുകൊണ്ട്, മുആദേ ഇതിനെ നീ കരുതിക്കോ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നീ നാവിനെ നല്ലവണ്ണം കരുതണം. കാരണം എന്താ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇന്നാല മുആഖിദൂന ബിമാ നതകല്ലമു ബിഹി. അള്ളാന്റെ റസൂലെ, ഞങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പിടിച്ചു വെക്കണമെന്നാണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സഖലത്ക ഉമ്മുക യാ മുആദ്. അതല്ല മുആദേ, നീ എന്താ മനസ്സിലാക്കിയത്? വഹൽ യുകബ്ബുൻ നാസു ഫിന്നാരി അലാ വുജൂഹിഹിം ഇല്ലാ ഹസ്വായിദു അൽസിനതിഹിം. അധിക ജനങ്ങളും നരകത്തിലേക്ക് മുഖം കുത്തപ്പെട്ട അവസ്ഥയിൽ വലിച്ചെറിയപ്പെടുന്നത് അവരുടെ നാവുകളിലൂടെ കൊയ്തെടുത്ത ആ ഫലങ്ങൾ കൊണ്ടായിരിക്കുമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പറഞ്ഞത്. അപ്പൊ നമ്മുടെ സംസാരം, നമ്മുടെ വാക്ക്, നമ്മുടെ നോക്ക്, ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മല്ലം യദഅ ഖൗലസ്സൂർ, കള്ളവാക്കുകൾ, വേണ്ടാത്ത വർത്തമാനങ്ങൾ, വൽ അമല ബിഹി, കള്ളത്തരങ്ങൾ. ഇന്ന് എന്തൊക്കെ കള്ളത്തരങ്ങൾ ഏതേതൊക്കെ രംഗങ്ങളിലുണ്ടോ അതൊക്കെ ഈ ഒരൊറ്റ വാക്കിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ സംസാരത്തിൽ ഉണ്ടാകുന്ന കളവുകൾ, അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന കളവുകൾ, അത് നിങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജ ഫി അൻ യദഅ തുആമഹു വശറാബഹു. നിങ്ങൾ അന്നപാനീയങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ പ്രവാചകന്റെ അനുചരനായിരുന്ന ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് മൻ നജ, പ്രവാചകരെ വിജയം വരിക്കാനുള്ള വഴി എന്താണ്? ആ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞു തുടങ്ങുന്നതും നാവിനെ കുറിച്ചും സംസാരത്തെ കുറിച്ചുമാണ്. ഖാല അംസിക് അലൈക ലിസാനക്, നിന്റെ നാവിനെ നീ അടക്കി നിർത്തുക എന്നാണ് പറയുന്നത്.
എന്ന് പറഞ്ഞാൽ സംസാരത്തിന്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. വൽ യസ്അക ബൈതക്, അതേപോലെ തന്നെ നിന്റെ വീടിനെ നീ വിശാലമാക്കുക എന്നാണ്. വിശാലത എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, നമ്മുടെ സമീപനങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിട്ടുവീഴ്ചയും വിശാലതയും സഹിഷ്ണുതയും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിയും ഒക്കെ ഏറ്റവും നല്ല സ്വഭാവങ്ങൾ നമ്മൾ പുറത്തെടുത്തേക്കേണ്ടത് നമ്മുടെ വീടകങ്ങളിലാണ്. വീട്ടിലാരാണ്ടാകുക? നമ്മുടെ മാതാപിതാക്കൾ ഉണ്ടാകും, നമ്മുടെ ഇണകളുണ്ടാകും, നമ്മുടെ മക്കളുണ്ടാകും, നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടാകും. അപ്പൊ അവരോടുള്ള പെരുമാറ്റത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ വിശാലമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട്, നിന്റെ വീട് വലുതാക്കുക വിശാലാക്കുക എന്ന് പറഞ്ഞാൽ വലുപ്പം കൂട്ടുക എന്നല്ല. എത്ര ചെറിയ ചെറ്റക്കുടിലുകളിലും നമുക്കറിയാം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ കഴിഞ്ഞുകൂടിയിരുന്ന വളരെ പരിമിതമായ സൗകര്യങ്ങളോടുകൂടിയുള്ള അവരുടെ താമസയിടങ്ങളിലെല്ലാം ശരിക്കവർ സ്വർഗം പണിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഭൗതികമായ സൗകര്യങ്ങൾ കുറവായിരുന്നു, പക്ഷേ അവർ ഉൾക്കൊണ്ടിട്ടുള്ള ഈമാനിലൂടെ, അവർ ചെയ്യുന്ന സുഹൃതങ്ങളിലൂടെ അവരുടെ മനസ്സ് സംതൃപ്തമായിരുന്നു, അത് വിശാലമായിരുന്നു, അത് സഹാനുഭൂതി നിറഞ്ഞതായിരുന്നു, അത് സഹിഷ്ണുതയുള്ളതായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വല്ലവനും വിശ്വസിക്കുന്നുവെങ്കിൽ ഫൽയഖുൽ ഖൈറ, നിങ്ങൾ നല്ലത് പറഞ്ഞോളൂ എന്നാണ്. നിങ്ങൾ നന്മ നിറഞ്ഞ വാക്കുകളെ പറയാവൂ. ഔ ലയസ്മുത്, അല്ലെങ്കിൽ നിങ്ങൾ മൗനം പാലിക്കണമെന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നാം ഉരിയാടുന്ന ഉച്ചരിക്കുന്ന വാക്കുകൾ നമുക്ക് തന്നെ പുണ്യമായി സുഹൃതമായി പ്രതിഫലമായി നൽകപ്പെടുമെന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കലിമ ത്വയ്യിബ സ്വദഖ, നിങ്ങൾ പറയുന്ന ഒരു നല്ല വാക്ക് പോലും നിങ്ങൾക്കതൊരു ധർമ്മമാണ് എന്നാണ്. നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിനെ കുളിർപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മുടെ സംസാരത്തിലൂടെ അത് കഴിഞ്ഞാൽ, അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലാണെന്ന് വരെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ് ഇദ്ഖാലുസ് സുറൂർ ഫീ ഖൽബിൽ മുഅ്മിൻ എന്നാണ്. നിങ്ങളുടെ വാക്കിലൂടെ, സംസാരത്തിലൂടെ, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ ഒരു വിശ്വാസിയുടെ മനസ്സിൽ സന്തോഷം ജനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ഏറ്റവും വലിയ അമലാണ് എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നാവ് കൊണ്ട് ഒരു പരിക്കും നമ്മുടെ നോമ്പിന് പറ്റാതിരിക്കാൻ ഈ നോമ്പ് കാലത്ത് പ്രത്യേകം നമ്മൾ ശീലിക്കണം. ഇത് ശരിക്കൊരു പരിശീലനക്കളരി കൂടിയാണ് നോമ്പിന്റെ കാലം. ഈ ശീലം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തുടർത്തുകയാണെങ്കിൽ അത് നമുക്ക് വലിയ നേട്ടവുമായി തീരും. കാരണം നാം സംസാരിക്കുന്ന നല്ല സംസാരങ്ങൾ, നമ്മുടെ ഓരോ നല്ല വാക്കുകളും അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നുണ്ടെന്നാണ് സൂറ ഫാത്തിറിലെ 10ാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുള്ളത്. ഇലൈഹി യസ്അദുൽ കലിമുത് ത്വയ്യിബ്, അള്ളാഹുവിന്റെ അരികിലേക്ക് നിങ്ങളുടെ നല്ല നല്ല വാക്കുകൾ ഉയർന്നു പോകുന്നുണ്ട്, കയറിപ്പോകുന്നുണ്ട്. വൽ അമലു സ്വാലിഹു യർഫഉഹു, നിങ്ങൾ ചെയ്യുന്ന സുഹൃതങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടു പോകുന്നുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോമ്പ് അത് കുറ്റമറ്റ രീതിയിലായി തീരാൻ, നോമ്പെന്ന പോലെ തന്നെ നമ്മുടെ എല്ലാ ആരാധനാ കർമ്മങ്ങളും അതിൻ്റെ പിഴവുകളില്ലാതെ, അതിൻ്റെ ന്യൂനതകളില്ലാതെ ആക്കി തീർക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ പ്രവാചക വചനങ്ങളും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങളും നമ്മെ ഉണർത്തുന്നത്. നമ്മുടെ വാക്ക് ഉയർന്നു പോകുന്ന, അതേപോലെ തന്നെ നമ്മുടെ സൽക്കർമ്മങ്ങൾ ഉയർന്നു പോകുന്ന ഒരു വഴി നമ്മുടെ കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകുമെന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും വാക്കുകൾ ഉയർന്നു പോകാനുള്ള ഒരു വഴി, ഒരു എയർലൈൻ, ഉപരിലോകത്തേക്ക് ഉയർന്നു പോകാനുള്ള ഒരു വഴി, ഒരു റൂട്ട് ഓരോ വ്യക്തികൾക്കും ഉണ്ടാകും. അതിലൂടെ നമ്മുടെ കർമ്മങ്ങൾ ഉയർന്നു പോകും. അതേപോലെ തന്നെ നമ്മുടെ പ്രവർത്തനങ്ങളും നമ്മുടെ വാക്കുകളും ഉയർന്നു പോകും. നമ്മൾ മരിച്ചാൽ നമ്മുടെ വാക്കുകൾ കേൾക്കാനാവാതെ, നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാകാനാകാതെ ഈ വഴികൾ പോലും തേങ്ങിക്കരയുമെന്ന് ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം എന്നവണ്ണം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, മറിയം ബീവി
അവർ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഗർഭം ചുമന്നുകൊണ്ട് വളരെ മാനസികമായ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ, ശാരീരികമായ യാതനകളും വേദനകളും സഹിച്ച് അങ്ങനെ അവസാനം പ്രസവ വേദന വരുന്ന സന്ദർഭത്തിൽ ഒരു ഈത്തപ്പനയുടെ അരികിലേക്ക് അവർ പോകുന്നുണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. എന്നിട്ട് പറയുന്നുണ്ട്, തിന്നാനും കുടിക്കുവാനും ഒക്കെ അവിടെ അള്ളാഹു ഒരുക്കി വെക്കുമ്പോ ഈ ഈത്തപ്പന നീ ഒന്ന് പിടിച്ചു കുലുക്കൂ, എന്നാൽ നിനക്ക് പഴുത്ത പാകമായ നല്ല പഴം അത് നിനക്ക് വീഴ്ത്തിത്തരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് നീ തിന്നുകൊള്ളുക, താഴെയുള്ള അരുവിയിൽ നിന്ന് നീ കുടിച്ചുകൊള്ളുക, നീ കൺകുളിർത്തുകൊള്ളുക. നീ അങ്ങനെ നിന്റെ കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ മനുഷ്യരിൽ ആരെങ്കിലും നിന്നെ കണ്ടാൽ ഫഖൂലി, നീ പറഞ്ഞേക്കണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമാ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഞാൻ ഇന്ന് റഹ്മാനായ എൻ്റെ റബ്ബിന് ഒരു മൗനവ്രതം അനുഷ്ഠിച്ചിട്ടുണ്ട്, ഇന്ന് ഞാൻ ആരോടും സംസാരിക്കുകയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമാണ് കയ്യിൽ. അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുമ്പോൾ എന്തായാലും ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും ശകാരങ്ങളും കേൾക്കേണ്ടി വരുമെന്ന് ഉറപ്പാണ്. ആ കുഞ്ഞിനെ വഹിച്ചുകൊണ്ട് തന്റെ ജനതയുടെ അരികിലേക്ക് മറിയം അലൈഹിസ്സലാം പോകുന്ന സന്ദർഭത്തിൽ ഖാലു, അവർ ചോദിക്കാൻ തുടങ്ങി, എങ്ങനെ നിനക്ക് കുട്ടി ഉണ്ടായത്? നിന്റെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, നിനക്ക് ഭർത്താവില്ലല്ലോ, നീ എങ്ങനെ മറിയം പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ജനത ഇങ്ങനെയൊക്കെയുള്ള അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ ചൊരിയുന്ന സന്ദർഭത്തിൽ മിണ്ടാതിരിക്കാനാണ് പഠിച്ചവന്റെ കൽപ്പന. ഖാലൂ യാ മറിയമു ലഖദ് ജിഇതി ശൈഅൻ ഫരിയ, അല്ലയോ മറിയം, നീ ഗുരുതരമായ ഒരു പ്രവൃത്തിയാണല്ലോ ചെയ്യുന്നത്. യാ ഉഖ്ത ഹാറൂൻ, ഹാറൂനിന്റെ സഹോദരി, മാ കാന അബൂകി ഇംറഅ സൗഇൻ, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യരായിരുന്നല്ലോ. വമാ കാനത്ത് ഉമ്മുകി ബഗിയ, നിന്റെ ഉമ്മയോ ഒരു പിഴച്ചവളുമായിരുന്നില്ലല്ലോ. നിനക്കെന്തേ ഇങ്ങനെ പറ്റി? നല്ലൊരു പിതാവിനും മാതാവിനും ജനിച്ച നീ ഇങ്ങനെ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകിയത് എന്നാണ്. മറിയം ബീവിയോടൊന്നും പറയരുത് എന്നാണ്. നാവടക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പന. നോക്കൂ നിങ്ങൾ, ഫഅശാറത്ത് ഇലൈഹി, അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ ചോര പൈതലിനെ ചൂണ്ടിക്കാണിക്കുകയാണ് മറുപടി പറയാൻ. അപ്പോൾ അവർ ചോദിച്ചു, ഖാലു കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹദി സബിയ, ഈ തൊട്ടിയിൽ കിടക്കുന്ന ഈ കുഞ്ഞിനോട് എങ്ങനെയാണ് മറിയമേ ഞങ്ങൾ സംസാരിക്കുക? ആ സന്ദർഭത്തിൽ അതാ അള്ളാഹുവിന്റെ മുഅ്ജിസത്ത്, ഈസാ അലൈഹിസ്സലാം തൊട്ടിലിൽ നിന്ന് സംസാരിച്ചുകൊണ്ട് അവരുടെ ചോദ്യത്തിന് മറുപടി പറയുകയാണ്. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, അടിമയാണെന്ന, ദൈവപുത്രനാണ് എന്നല്ല. തൊട്ടിലിൽ നിന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ആതാനിയൽ കിതാബ്, എനിക്ക് എന്റെ റബ്ബ് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. വജഅലനി നബിയ, എന്നെ അവൻ നബിയാക്കി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന മറുപടിയാണ്. ഇനി നോക്കൂ, പള്ളിയിൽ മറിയം ബീവിയുടെ കഫാലത്ത് ഏറ്റെടുത്തിരുന്ന സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട് ഒരു സന്താനത്തിന് വേണ്ടി. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് സന്താന സൗഭാഗ്യം, അതിനെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്നുണ്ട്. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യ ലം നജ്അൽ ലഹു മിൻ ഖബ്ലു സമീയ, അല്ലയോ സക്കരിയ, ഇതിനു മുമ്പ് ഞാൻ യഹ്യ എന്നൊരു പേര് ആർക്കും നൽകിയിട്ടില്ല, എന്നാൽ യഹ്യ എന്ന പേരിലുള്ള ഒരു കുട്ടിയെ നിനക്ക് നൽകിക്കൊണ്ട് ഞാൻ സന്തോഷ വാർത്ത അറിയിക്കുന്നു. അപ്പോൾ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമിനും സംശയമായി. ഖാല റബ്ബി അന്നാ യകൂനു ലി ഗുലാം, എന്റെ റബ്ബേ, ഞാൻ പടുവൃതനാണ്, കിളവനായി തീർന്നിട്ടുണ്ട്. വകാനത്ത് ഇംറഅതി ആഖിറ, എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, എങ്ങനെയാണ് എനിക്കൊരു സന്താനം ഉണ്ടാവുക? വഖദ് ബലഗതു മിനൽ കിബരി ഇതിയ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖാല റബ്ബി ഇജ്അൽ ലി ആയ, അല്ലാഹു പറയുന്നത് അതോ എനിക്ക് നിസ്സാരമാണ് സക്കരിയ, ഞാൻ താങ്കൾക്ക്
എന്തായാലും ഒരു സന്താനത്തെ നൽകും. ആ സന്ദർഭത്തിൽ സക്കരിയ അലൈഹിസ്സലാം പറയുന്നുണ്ട്, റബ്ബി ജഅൽ ലി ആയ, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കുട്ടി ജനിക്കുന്നുണ്ട് എന്നതിനൊരു അടയാളം, ഒരു ദൃഷ്ടാന്തം എനിക്ക് നൽകണമെന്ന് പറയുമ്പോഴും കാല ആയതുക അല്ലാ തുകല്ലിമൻ നാസ സലാസ ലയാലിൻ സവിയ, 3 ദിവസം നീ ജനങ്ങളോട് സംസാരിക്കുകയില്ല, നീ മൗനവ്രതത്തിലായിരിക്കും, ഇതാണ് നിനക്കതിനുള്ള അടയാളം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ശരിക്ക് ഇങ്ങനെ നബിമാരിൽപ്പെട്ട സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമിനും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ പേരെടുത്ത് നമുക്ക് പരിചയപ്പെടുത്തി തന്ന മറിയം അലൈഹിസ്സലാമയുടെയും ഒക്കെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പാലിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയായിക്കൊണ്ട് ഖുർആൻ ഇതിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ കുറ്റമറ്റതാകാൻ, അത് എല്ലാവിധ ന്യൂനതകളിൽ നിന്നും മുക്തമായതായി തീരാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ന്യൂനതകളും കുറ്റങ്ങളും കുറവുകളും കുറഞ്ഞ സുഹൃതങ്ങൾ ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اتقوا الله عباد الله. പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ അജ്ഞാനവർത്തികളായി അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിതത്തെ ക്രമീകരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ വിശുദ്ധ ഖുർആൻ അവതീർണമായത്. ഹിജ്റ 2-ാം വർഷമാണ് നോമ്പ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പനയുണ്ടാകുന്നത്. ആ ഹിജ്റ 2-ാം വർഷത്തിൽ തന്നെയാണ് ഹക്കും ബാത്തിലും ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും തമ്മിലുള്ള പ്രഥമ സായുധ പോരാട്ടം നടന്നത്, ബദർ യുദ്ധം. നമുക്കറിയാം, ആ ബദർ യുദ്ധത്തിൽ വിശ്വാസികൾ എണ്ണത്തിൽ വളരെ പരിമിതരായിരുന്നു, അവർക്ക് സന്നാഹം വളരെ കുറവായിരുന്നു. എന്നാൽ സത്യനിഷേധികളായ ആളുകളോ അവർ ആളും അർത്ഥവും ഉള്ളവരും എല്ലാവിധ സന്നാഹങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് മുസ്ലിം സൈന്യത്തെ നേരിടാൻ വേണ്ടി വന്നവരായിരുന്നു. പ്രവാചകനെ വകവരുത്താൻ, മുസ്ലിങ്ങളെ കീഴ്പ്പെടുത്താൻ അവർ ഒരുമ്പെട്ട് വന്നപ്പോൾ ആ യുദ്ധത്തിൽ നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കക്ഷിയെ വിജയിപ്പിക്കുകയും സത്യത്തിന് വിജയം നൽകുകയും ചെയ്തു. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും അടക്കമുള്ള ഖുറൈശികളിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ ആ യുദ്ധത്തിൽ മരണപ്പെടുകയും 70ഓളം പേരെ വിശ്വാസികൾ ബന്ദികളാക്കി പിടിച്ചു വെക്കുകയും ചെയ്ത ഒരു ആദ്യത്തെ സായുധ സംഘട്ടനമാണ് ശരിക്ക് ബദർ യുദ്ധം. അത് റമളാൻ 17-നാണ് നടന്നത്. ശരിക്ക് റമളാൻ എന്നുള്ളത് പ്രാർത്ഥനയുടെയും തൗഹീദിൻ്റെയും തവക്കുലിൻ്റെയും സന്ദേശം നമുക്ക് നൽകുന്ന ഒരു വലിയ അനുഗ്രഹീതമായ മാസം കൂടിയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. ബദറിൻ്റെ താഴ്വലയിലിരുന്നു കൊണ്ട് സഹാബത്ത് നബിക്ക് വിശ്രമിക്കാൻ ഒരുക്കി കൊടുത്തിട്ടുള്ള ആ പന്തലിൽ നിന്ന് റസൂലുള്ളാഹ് അള്ളാഹുവിൻ്റെ നേരെ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ അൻജിസ്ലി മാ വഅതനി, അല്ലാഹുവേ എനിക്ക് വാഗ്ദാനം നൽകിയ വിജയം അത് നീ എനിക്ക് നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ അഴ്സാബ മിൻ അഹ്ലിൽ ഇസ്ലാം ലാ തുഅബദു ഫിൽ അർദ്, ഈ ഒരു കൊച്ചു സംഘത്തെ, മുസ്ലിങ്ങൾക്കിടയിൽ ഉള്ള ഈ ഒരു സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ നിന്നെ മാത്രം ഒരിക്കലും ഭൂമിയിൽ ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയില്ല റബ്ബേ എന്നാണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. നീണ്ട സുദീർഘമായ അവിടുത്തെ പ്രാർത്ഥനയിൽ പ്രവാചകന്റെ തലയിൽ ശിരോവസ്ത്രം അത് വീഴുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് വീണ്ടും ചുമലിലേക്ക് ഇട്ടുകൊടുക്കുകയും വീണ്ടും റസൂല് പ്രാർത്ഥന തുടങ്ങിയപ്പോൾ റസൂലെ
മതിയാക്കാനായിരിക്കുന്നു എന്ന് പ്രവാചകനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ പ്രാർത്ഥിച്ച രീതിയിലുള്ള പ്രാർത്ഥനയാണ് റസൂലുള്ളാഹി നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായി. ഹദാ ഷഹ്റു ദുആ വഹാദാ ഷഹ്റുൽ ജവാബി വൽ ഇസ്തിജാബ എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തിൻ്റെ വിശദീകരണമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാനുള്ളത് അള്ളാഹുവിനോടായിരുന്നു. എന്നാൽ ഇതേപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അബൂജഹലും ബദറിന്റെ താഴ്വരയിലേക്ക് മുസ്ലിങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി വന്നത്. അബൂജഹലിന്റെ പ്രാർത്ഥന അല്ലാഹുമ്മൻസുർ അഹദൽ ഫിഅത്തൈൻ, അള്ളാഹുവേ ഈ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും സന്മാർഗത്തിലായിട്ടുള്ള സംഘത്തെ നീ സഹായിക്കണമേ എന്ന. വഖൈറൽ ഫിഅത്തൈനി വഅഫ്ളൽ, ഈ രണ്ട് സംഘങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉത്തമമായ സംഘത്തെ നീ സഹായിക്കണമേ എന്നാണ്. അബൂജഹലിന്റെ വിചാരം അവരുടെ കക്ഷിയാണ് ഏറ്റവും ശ്രേഷ്ഠം, ഏറ്റവും നേരായ വഴിയിൽ നടക്കുന്നത്, ഏറ്റവും ഉത്തമമായ കക്ഷി എന്നാണ്. അതുകൊണ്ട് അവരും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. ഇവിടെയാണ് നമ്മൾ തൗഹീദിന്റെ അന്തസ്സാരത്തെക്കുറിച്ച് ഗ്രഹിക്കേണ്ടത്. എന്താണ് അള്ളാഹിന്റെ റസൂലിന്റെയും അബൂജഹലിന്റെയും തമ്മിലുള്ള പ്രാർത്ഥനയുള്ള വ്യത്യാസം? അത് തന്നെയാണ് ഇന്ന് ശരിക്ക് തൗഹീദ് മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പറ്റിയിട്ടുള്ള പിഴവും. മുസ്ലിങ്ങൾ ഇലാഹായും റബ്ബായും അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നേ വിശ്വസിച്ചിരുന്നത്. എന്നാൽ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നത് റബ്ബാണ് അള്ളാഹു, ഇലാഹായി പലരുമുണ്ട് എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കഅബയിൽ അന്ന് 360ഓളം വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠകളെയും ബിംബങ്ങളെയും പ്രതിരൂപങ്ങളെയും അവര് പ്രതിഷ്ഠിച്ചു വച്ചിരുന്നത്. അതൊക്കെ ആരുടെ പ്രതിഷ്ഠകളായിരുന്നു? മരിച്ചുപോയ മഹാത്മാക്കളുടേതായിരുന്നു. അതിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ആദ്യമായി ഭൂമിയിൽ സ്ഥാപിതമായ കഅബാലയത്തിന്റെ പണി നടത്തിയ, അത് നിർമ്മിച്ച ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും വിഗ്രഹം വരെ കഅബന്റെ ഉള്ളിലുണ്ട്. ആ ഇലാഹുകളുടെ സഹായം കാരണം എന്താ? ഞങ്ങൾ അവരെ വിളിച്ചു തേടുന്നത് അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മഹാത്മാക്കളാണ് എന്ന വിശ്വാസം കൊണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അരികിൽ ഈ മഹാത്മാക്കൾ, കഅബയുടെ ഉള്ളിലുള്ള ഈ 360ഓളം ആൾക്കാർ ഞങ്ങൾക്ക് ശഫാഅത്ത് നടത്തുമെന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ റബ്ബോ അത് അള്ളാഹു മാത്രമാണ് എന്ന വിശ്വാസവും, ഇലാഹ് അള്ളാഹു മാത്രമാണ് എന്ന് അവർ വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. അള്ളാഹിന്റെ കൂടെ വേറെ ഇലാഹുകളെ അവർ വിളിച്ചു തേടി എന്നാണ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഈ ഇലാഹുകളെ എല്ലാം കൂടി നീ ഒരു ഇലാഹാക്കുകയാണോ മുഹമ്മദേ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞപ്പോൾ പ്രവാചകനോട് അവർ പറഞ്ഞിരുന്ന മറുപടി നോക്കൂ നിങ്ങൾ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മരിച്ചുപോയ മഹാത്മാക്കൾക്കല്ല നമ്മുടെ നേർച്ചകളും നമ്മുടെ വഴിപാടുകളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മൾ സമർപ്പിക്കേണ്ടത്. ഈ റമദാൻ 17 വന്ന കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൽ മാത്രമല്ല, മറ്റ് ഈ അന്ധവിശ്വാസങ്ങളും ആചാര വൈകൃതങ്ങളും ജീവിതത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരും അവിടെ ബദരീങ്ങൾക്ക് വേണ്ടിയുള്ള നേർച്ച സമർപ്പിച്ചുകൊണ്ട് മൃഗബലി നടത്തി, അങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ പേരിലുള്ള ബലികർമ്മങ്ങളും നേർച്ചകളുമാണ് നടക്കുന്നത്. അനുഗ്രഹീതമായ ഈ മാസം ശരിക്കും ഏകദൈവ വിശ്വാസത്തിന്റെ തൗഹീദിന്റെ മാസമാണ്. ആ ബദറിലെ വിജയത്തിന് വേണ്ടി വിശ്വാസികൾ പ്രാർത്ഥിച്ചത് ഇത് തസ്തഗീസൂന റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗാസ നടത്തി എന്നാണ്, സഹായം തേടി. ഫസ്തജാബ ലക്കും, അപ്പോൾ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. എന്ത്? അന്നീ മുമിദ്ദുക്കും ബി അൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, തുടരെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിരക്കണക്കിന് മലക്കുകളെ അയച്ചുകൊണ്ട് ബദറിൽ നിങ്ങളെ സഹായിക്കും. അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അള്ളാഹു മലക്കുകളെ അയച്ചുകൊണ്ട് വിശ്വാസികളെ സഹായിച്ചു. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും, സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടുകയാണെങ്കിൽ, അള്ളാഹുവിനെ നിങ്ങൾ സഹായിച്ചാൽ, അള്ളാഹുവിന്റെ ദീനിനെ നിങ്ങൾ സഹായിച്ചാൽ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ കാലടികൾക്ക് അവൻ നിങ്ങൾക്ക് സ്ഥൈര്യവും സ്ഥിരതയും നൽകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ തൗഹീദിന്റെ കൂടി മാസമാണ്. ഇത് വിജയത്തിന്റെ മാസമാണ്. വലാ തദ്ഉ മിൻ ദൂനില്ലാ മാ ലാ യൻഫഉക വലാ യദുറുക, നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തു തരാൻ കഴിയാത്ത,
നിങ്ങൾക്കൊരു ഉപദ്രവവും വരുത്തി വെക്കാൻ കഴിയാത്ത, അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയെയും ഒരു വ്യക്തിയെയും നിങ്ങൾ ഒരിക്കലും വിളിച്ചു തേടരുത്. ഫൈൻ ഫഅൽത, നബിയെ നിങ്ങളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിലും ഫഇന്നക ഇദൻ മിനൽ ളാലിമീൻ, തീർച്ചയായും നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടി പറയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം, അള്ളാഹുവിന്റെ റഹ്മത്ത് അതിരും എതിരുമില്ലാതെ പെയ്തിറങ്ങുന്ന മാസം, അള്ളാഹുവിലേക്ക് പുണ്യകർമ്മങ്ങളാൽ ഒരു മധ്യവർത്തിയും അവന് ആവശ്യമില്ല, ഒരു ഇടയാളനും അവിടെ ആവശ്യമില്ല. അതുപോലെ തന്നെ മരിച്ചുപോയ ഏതെങ്കിലും ഒരു മഹാത്മാവിന്റെ ശുപാർശ അള്ളാഹുവിന്റെ സവിധത്തിൽ ആവശ്യമില്ല. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങൾക്ക് അള്ളാഹു പോരെ, അലൈസല്ലാഹു ബികാഫിൻ അബ്ദ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കോട് ചോദിക്കുന്നത്. നമുക്ക് അള്ളാഹു മതി എന്ന വിശ്വാസത്തോടുകൂടി ഈ അനുഗ്രഹീതമായ മാസത്തിൽ പുണ്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ കർമ്മങ്ങളിലും നമ്മുടെ ആരാധനകളിലുമൊക്കെ വന്നു പോകുന്ന ന്യൂനതകളും കുറവുകളും തെറ്റുകളും നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് രോഗത്തിൻ്റെ പ്രയാസങ്ങളും ചരണങ്ങളും വേദനകളും അനുഭവിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ കൂടി ഓർക്കണമേ എന്ന് പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ള എല്ലാ രോഗികൾക്കും അല്ലാഹുവേ, അവരുടെ രോഗത്തിന് ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇണകളിലൂടെ മക്കളിലൂടെ ഞങ്ങളുടെ കണ്ണുകളെ നീ കുളിർപ്പിക്കണമേ റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ പഠനവും പരീക്ഷയും നീ എളുപ്പമാക്കി തരണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.